കേട്ടോ. ഞാൻ എന്റെ അടുത്ത കോഴ്സ് നാട്ടിൽ ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? മക്കളിപ്പോ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുവല്ലേ, അതാദ്യം തീരട്ടെ, എന്നിട്ട് അതിനെ പറ്റി ആലോചിക്കാം. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ? എത്തിയല്ല മല്ലനും മാധവനും. അടുത്തവണ ഞാൻ വല്ല വണ്ടി വിളിച്ച് പോക്കോളാം, പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ ആവട്ടെ. എന്താണ് ഹേ, മൊടയാണോ? മൊട ആർക്ക്? ഓ അളിയനാണ് മൊട. എനിക്കെന്ത് പോടാ, കണ്ട വെയിലല്ല എന്നെ കൊണ്ട് കൊള്ളിപ്പിച്ചിട്ട്. വേല കൊള്ളിച്ചെന്ന് അളിയൻ ഏതോ എന്റെ മരത്തിന്റെ നാളത്ത് എന്നിട്ട് എന്നെയല്ലേ വേല കൊള്ളിച്ചത്. ഞാൻ ആ നാട് മൊത്തം ഓടി വരികയായിരുന്നു. അളിയ എന്തൊക്കെ പറഞ്ഞാലും അളിയനാണ് വളം വെച്ച് അവനെ വഷളായി കൊണ്ടുവരുന്നത് കേട്ടാ. ഞാൻ വഷളാക്കിയതല്ലേ? കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെ നടന്നതെന്ന് വല്ല പിടിയുണ്ടോ? ഇപ്പൊ ഇവന്റെ കൂടെ കൂട്ടിയിട്ട് ഞാൻ മൊത്തം വഷളായി. പറഞ്ഞിട്ടൊന്നും അളിയൻ കെട്ടിയത് തന്നെയാണ്, നേച്ചിയല്ലേ കെട്ടിയത്. ഒന്നുമില്ല. നീ വല്ലതും അറിയുന്നുണ്ടാ? എന്തോന്നു? നിന്റെ അനിയത്തിക്ക് പഠിക്കാൻ പോണെന്ന്. അനാർക്കലിയുടെ കവർ എടുത്തില്ലേ? ഏതനീതിക്ക്? നീ എന്തോന്ന് പഠിക്കാൻ പോണേ? നീ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കല്ലേ? ലിച്ചു എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. പണിപ്പാളും. അതെ, മക്കൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിച്ചു കഴി, എന്നിട്ട് വല്ല ജോലിക്കുമ്പോ നിന്നെ പണിക്ക് വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിയിരിക്കും. അതിപ്പോ നീ പണിക്ക് പോയാലും മതി. ചേച്ചിക്കും പണിക്ക് പോവാ. എനിക്ക് വിശക്കണം, ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. അളിയാൻ പറഞ്ഞളിയാ? ഇല്ല, നീ കഴിച്ചോ. എന്താ? ഒന്നുമില്ല, എനിക്ക് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരുവേ. അതിന് നീ ഇപ്പൊ പോയിട്ട് വന്നേരുള്ളൂ. ഇപ്പൊ പോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതല്ലേ ഇപ്പൊ പോവണ്ട, ഭയങ്കര വെയിലാണ്. ഫാനൊക്കെ അടിച്ച അളിയന്റെ ബ്യൂട്ടി ഒക്കെ പോവും. ഗ്ലാമറൊക്കെ പോട്ടോ. എന്തോ മറന്ന പോലെ. മറക്കാന്? അതിന് മറക്കാൻ നീ ഇവിടെ ഒന്നും പോയപ്പോ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയില്ലല്ലേ? ഇല്ല. എന്താ? ഒന്നുമില്ല. അല്ല, മൊത്തത്തിലൊരു ഇല്ല, ഒന്നുമില്ല. ലച്ചസിന് തോന്നണ ആണ്. നമുക്ക് എന്നാ ഡ്രസ്സാ ഇവിടെ വെച്ച പണി പാളും.